ചിത്ര, വിവാഹം കഴിഞ്ഞവർ പ്രണയത്തിൽ ഏർപ്പെടുന്നത് ശരിയാണോ തെറ്റാണോ? ഭാര്യയായിട്ട് പ്രണയത്തിൽ ഏർപ്പെടാലോ. മറ്റൊരു എന്തിന് പെൺകുട്ടിയുമായിട്ട് ഈ പരസ്ത്രീ ബന്ധം വേണം എന്നുള്ളത് അവര് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിലേക്കൊന്നും പോവരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, ഇപ്പോൾ വിവാഹം കഴിച്ചു മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണോ? അത് തെറ്റല്ലേ? എന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ തെറ്റാണ്. ഇനി തെറ്റല്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഓപ്പൺ ശിക്ഷാ നിയമം റിലേഷൻ. അനുസരിച്ച് അത് തെറ്റാണ്, വഞ്ചനാ കുറ്റമാണ്. ഇപ്പൊ ഭാര്യയെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു മന്ത്രി അത്തരത്തിലൊരു വിവാദത്തിന് ഇരയായിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അവരുടെ ഭാര്യേനെ കുറിച്ച് ആലോചിച്ചിട്ട്. കാരണം ഏതൊരു സ്ത്രീക്കാണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്വന്തം ഭർത്താവിനെ കാണുമ്പോഴേക്കും വേറൊരു സ്ത്രീയുമായിട്ട് ബെഡിൽ ഉള്ള ഒരു രംഗം കാണുമ്പോഴേക്കും ആർക്കായാലും വിഷമം വരും. അതിൻ്റെ ആ ഒരു പുറത്ത് നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്നത് മാത്രമേ ആളുകൾ കാണുള്ളൂ. ഇപ്പം എല്ലാവരും കുറേ പേരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ സ്ത്രീനെയാണ് കുറ്റം പറഞ്ഞത്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു അവർക്ക് ഇങ്ങനെ ചെയ്തു ഭ്രാന്താണ്. ഭ്രാന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഇവര് ചെയ്തതിനൊരു ഒരു റിയാക്ഷൻ ആണ് ആ സ്ത്രീ കാണിച്ചത്. ആ റിയാക്ഷൻ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ, ആ റിയാക്ഷൻ മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് തെറ്റല്ലേ? ഇപ്പൊ എല്ലാരും ഇപ്പൊ സംശയരോഗിയാണ് എന്നുള്ള രീതിയിലേക്ക് അവരെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ സംശയം ഉണ്ടാക്കുന്നത്, ഈ സംശയരോഗം തെറ്റാണെന്നുണ്ടെങ്കിൽ ആ സംശയം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിയതും തെറ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വിശ്വാസം കൂടി കളഞ്ഞിട്ട് പിന്നെ സംശയരോഗി എന്ന് വിളിക്കുന്നത് അതിലേറെ തെറ്റാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആരെയും കൊണ്ട് എത്തിക്കരുത്. അത് അല്ല, ഭയങ്കരമായിട്ടുള്ള അദ്ദേഹത്തിനോട് ക്രൂരതയാണ്. ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രണയത്തെ പറ്റിയാണ് പറയുന്നത്. കമല സുരയ്യയുടെ പ്രണയം, നെഹ്റുവിന്റെ പ്രണയം, ഗാന്ധിജിയുടെ പ്രണയം, ഉം. പുന്നത്തൽ കുഞ്ഞബ്ദുള്ളയുടെ പ്രണയം, അങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ ആളുകളുടെയും പേര് പറഞ്ഞിട്ട് അവരെ പോലെ ഞാനും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് 5000 പ്രണയമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെയൊക്കെ പ്രണയമാണ് രാഹുൽ, മനസ്സിലാക്കണം. അവരുടെയൊക്കെ പ്രണയമാണ്. ഇതിനെ വിളിക്കാൻ നമ്മൾ എല്ലാരും വിളിക്കുക അവിഹിതം തന്നെയാണ്. അതിനകത്ത് എന്താണ് വേറൊരു പേര് പറയാനുള്ളത്? അല്ല അല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരാളെ നമ്മൾ പ്രണയിക്കുന്നത് ഓക്കെ, അതിനകത്തൊരു ന്യായമുണ്ട്. ആ പ്രണയത്തിനെ നമുക്ക് പ്രണയം എന്ന് വിളിക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ പല റിലേഷൻ കീപ്പ് ചെയ്തിട്ട് ഒരാളെയും പ്രണയിക്കുന്നത് പ്രണയമാണ്. പക്ഷെ അതിനകത്ത് വേറൊരു മോട്ടീവ് ഉണ്ട് എപ്പോഴും. നമ്മൾ അതിനകത്ത് ഭയങ്കര വിശുദ്ധത കാണരുത്. അതായത് അതിനെ വിശുദ്ധതയോടുകൂടി നമ്മൾ കാണുമ്പോഴേക്കും നമ്മളുടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി നമുക്ക് പേടിയാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഇതിനെ നിങ്ങളുടെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ നിങ്ങളുടെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ട്ണറെ സൂക്ഷിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നാളെ ഏത് രീതിയിൽ അത് വരുന്നേന്നുള്ളത് പറയാൻ പറ്റില്ല. അന്നും ഇതേ സാഹചര്യത്തിൽ നമ്മളെ കുറ്റം പറഞ്ഞ് അതിനകത്തുനിന്ന് തടി തപ്പാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും അത്. അല്ല, എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഗണേഷ് കുമാറിന്റെ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു വിഷയം വന്നിട്ട് ഒരു മീഡിയ പ്രവർത്തകർ പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. അവസാനം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ഒരു വാർത്ത അടിച്ച് വിട്ടതിന് ശേഷം ആണ് ബാക്കിയുള്ളവരെല്ലാം ചോദ്യമായി. റിപ്പോർട്ടർ എവിടെ, ബിഗ് ടി വി എവിടെ, ബാക്കി ചാനലുകളൊന്നും ഇത് കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു വിടാൻ തുടങ്ങി. അപ്പോഴേക്കും മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതിന് മുമ്പ് വരെ, ഏഷ്യാനെറ്റ് എടുക്കുന്നതിന് മുമ്പ് വരെ തലേ ദിവസവും ഇത് നടക്കുന്നത്, അതിന് മുന്നത്തെ ദിവസമാണ് എനിക്കൊന്ന് വുമൻസ് ഡേ അന്നാണ് ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കാം പ്രിയപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചായിരിക്കാം ഭാര്യയ്ക്ക് ചിലപ്പോൾ ആ വുമൻസ് ഡേ ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. അതെ, ആ വുമൻസ് ഡേയുടെ അന്ന് തന്നെ അവർക്കൊരു മോചനം കിട്ടി എന്നുള്ളത്, ഇതിനകത്ത് എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. അത് വുമൻസ് ഡേയുടെ അന്നായതുകൊണ്ട് വളരെ സന്തോഷം. എനിക്ക് അതിനുശേഷം മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം ഇത് കുടുംബ പ്രശ്നമായിട്ട് ചിത്രീകരിക്കുന്ന കുറേ ആളുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ വിഷയങ്ങളായി മാത്രം കാണിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ വിഷയങ്ങളല്ലേ അത്? ഭാര്യയ്ക്ക് ചിലപ്പോൾ സംശയമായിരിക്കാം, ഭാര്യയും ഗണേഷ് കുമാറും തമ്മിലുള്ള വഴക്കായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മാധ്യമങ്ങൾ വരുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മൊറാലിറ്റി വരുന്നത് എങ്ങനെയാണ്? ഇവര് പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടുത്തെ മന്ത്രിമാരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, ജനങ്ങൾക്ക് മാതൃകയാക്കേണ്ടവരാണ്, ഭരണഘടനയ്ക്ക് ലേശമെങ്കിലും വില കൊടുക്കേണ്ട ആളുകളാണ്. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ എവിടെയാണ് ഗാർഹിക പീഡനം? ഒന്ന്, ഭാര്യ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട്. ഭാര്യ എന്തിനാണ് ആക്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അവർ രണ്ടുപേരും കൂടെ വുമൻസ് ഡേ ആഘോഷിക്കുന്നത് ഭാര്യ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി. അപ്പോഴേക്കും പേഴ്സണൽ സ്റ്റാഫ് വന്ന് തട്ടിപ്പറിക്കാൻ നോക്കി. അതിന് വേണ്ടിയിട്ട് മുറിയിൽ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം. പോലീസിനെ വിളിക്കുന്നു. പോലീസിനെ മന്ത്രി കണ്ണൂറ്റി കാണിക്കുന്നു. ഇതെൻ്റെ വീടാണ്, കീഴൂട്ട് തറവാടാണ്, കയറി കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ കാലും കൈയും വെട്ടുന്നീന്നും പോലീസിൽ കാണത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഭീഷണി. അങ്ങനെ ആയിരിക്കത്തില്ല ഭീഷണി. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ ഭരണഘടനയും അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒരു മാനുഷിക പരിഗണന മാത്രം നോക്കിയാൽ മതി. ആ മാനുഷിക പരിഗണന സ്വന്തം ഭാര്യയോട് കാണിക്കാൻ കഴിവില്ലാത്തൊരുത്തൻ എങ്ങനെയാണ് നാട് നന്നാക്കുന്നത് എന്നുള്ളതാണ്. എനിക്കൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് അറിഞ്ഞ പിന്നെ ഇതെങ്ങനെയാ അങ്ങനത്തെ ഒരു ഇമോഷൻ കാര്യങ്ങളും ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരാൾ. ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിനു മുമ്പിട്ട് ഗണേഷ് കുമാറിന്റെ ഒന്നാം ഭാര്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതേപോലെ എന്നെ ആക്രമിക്കുമായിരുന്നു, എന്നെ വെറും മനുഷ്യസ്ത്രീയായിട്ടല്ല, സ്ത്രീയായിട്ടല്ല, എന്നെ മറ്റൊരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് കാണുന്നത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞ ആദ്യത്തെ ഭാര്യയാണ്. അത് അങ്ങനെയൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ വിഷയങ്ങളാവും. എനിക്ക് പറയുമ്പോ എല്ലാം പറയണം. അതായത് ഓക്കെ, ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇവരെങ്ങനെ പ്രതികരിച്ചോ, അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ അവർക്ക് പേഴ്സണൽ വിഷയമായിട്ട് കണക്കാക്കായിരുന്നു രാഹുലിന്റെ ഒരു പ്രണയത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു എന്നുള്ളത് ആക്കാമായിരുന്നു. എന്തുകൊണ്ട് അവർ ആ പേഴ്സണൽ വിഷയമാക്കിയില്ല? അപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് പറയാനും റൈറ്റ് ഉണ്ട്, കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല, വേറെ ഒരു നിവൃത്തിയില്ല. ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടത്തിന് ആക്ഷേപിച്ചൊരു ആക്ഷേപമുണ്ട്. അതായത് രണ്ട് കാലിൽ മന്തുള്ളവനെ ഒരു കാലിൽ മന്തുള്ളവൻ കളിയാക്കുന്നത് പോലെയാണ് ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം കാരണം പാലക്കാട് IVF ട്രീറ്റ്മെന്റ് നടത്തുന്ന എല്ലാ കേന്ദ്രങ്ങളും പൂട്ടിപ്പോയി. അങ്ങനെയുള്ള രീതിയിലുള്ള പറച്ചില് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗണേഷ് കുമാർ ഇത് തന്നെയാണ് ചെയ്തത്. 5000 പ്രണയമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നെഹ്റുവിനെയൊക്കെ കൂട്ടുപിടിക്കുന്നത് ഇത് എനിക്ക് പറഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് അന്ന് ആ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് കണ്ടപ്പോഴേക്കും ആള് പറഞ്ഞല്ലോ ഇങ്ങനെ ഇതുപോലെ എനിക്ക് 5000 പ്രണയമുണ്ട്, അതല്ല കമലാ സുരയ്യ, നെഹ്റു, വാജ്പേയി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ മാത്രല്ലേ ഇവര് എന്ന് അറിയത്തില്ലേ. അല്ല, അതിനകത്ത് എനിക്ക് വേറൊരു കമന്റ് ഇഷ്ടപ്പെട്ടത്. കമലാ സുരയ്യ ഒന്നും വീട്ടിൽ കയറി ആരും തല്ലിയിട്ടില്ല. അതല്ല, വീട്ടിൽ കയറി അതെ, അത് നെഹ്റുവിനെ ആരും വീട്ടിൽ കയറി പിടിച്ചിട്ടില്ല ഇതുപോലെ. അതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രണയം എന്ന് പറയുന്നത് ഇതല്ല. പ്രണയം എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലുള്ള സാധനമാണ്. ഇതിനെയൊക്കെ പറയാ കാമം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് അതിനപ്പുറം എന്ത് പറയാൻ പറ്റും? ഓക്കെ, നമ്മൾ ഇപ്പൊ ലസ്റ്റ് എന്ന് പറയുന്നത് ലവിന്റെ ഒരു പാർട്ടാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഭാര്യ ഇരിക്കുമ്പോ അങ്ങനെ ചെയ്തുകൂടാ. ഭാര്യ ഇരിക്കുമ്പോ ഓക്കെ, അവര് തമ്മിൽ മാന്യമായിട്ട് പറഞ്ഞ് അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോ ഇതൊന്നും കേൾക്കേണ്ട ഒരവസ്ഥയൊന്നും വരുന്നില്ല. ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവര് നേരിടുന്നത് ഭയങ്കരമായിട്ടുള്ള ക്രൂരതയാണ്. ഇവരിങ്ങനെ അതായത് ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് എന്താ, ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് ചിത്ര പറ. അതായത് ഗണേഷ് കുമാറിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം മണ്ടന്മാര് അയാൾ ചിലപ്പോ മണ്ടന്മാരെന്ന് എനിക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നല്ല കാര്യങ്ങളും ആള് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു നല്ല കാര്യം പറഞ്ഞുതരാമോ? ഗതാഗത വകുപ്പിൽ കുറെ നല്ല കാര്യങ്ങൾ ആള് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല രാഹുൽ. അതുവെച്ചാൽ കുറെ കാര്യങ്ങൾ എല്ലാരും പറയുന്നത് കേട്ടിട്ട് ഒക്കെ നല്ല ഇതിനെയാണ് PR എന്ന് പറയുന്നത്. ഒരു കാര്യം 100 വട്ടം ഇപ്പൊ ഞാൻ നല്ലവനാണെന്ന് ഒരു 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലവനായി. ഞാൻ 1000 പേരെയും കൊണ്ട് പറപ്പിച്ചു കഴിഞ്ഞാൽ നല്ലവനായി. ഇതാണ് PR എന്ന് പറയുന്ന ടേം. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, KSRTC ഞാൻ നന്നാക്കി എന്ന് പറയുന്നു. നന്നായിട്ടുണ്ടോ KSRTC? കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു KSRTC ഓടിക്കൊണ്ടിരുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് ഇതിനു മുമ്പിട്ടോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ബസ് ഇറക്കിയിട്ടുണ്ട്. ആ ബസ്സുകൾ ഇന്ന് എവിടെയുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? എത്ര കോടിയുടെ അഴിമതിയാണെന്ന് അറിയാമോ അന്ന് ബസ് ഇറക്കിയത് നടത്തിയത്? അന്ന് ഒരു കൊച്ചു ബസ് ഇറക്കിയായിരുന്നു, കുട്ടി ഗണേശൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബസ്സൊക്കെ ഇറക്കിയായിരുന്നു, ചെറിയ ബസ്, ടൗണിൽ ഓടാൻ വേണ്ടി മാത്രം. അതിന് എത്ര കോടിയുടെ അഴിമതി നടത്തിയെന്ന് അറിയാമോ? എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സ്വന്തമായിട്ട് ബസ് ഓടിക്കും, ഇദ്ദേഹത്തിന് ബസ് ഓടിക്കാൻ അറിയാം. പിന്നെ കുറച്ച് കാർ കളക്ഷൻസ് ഉണ്ട്, കാർ കളക്ഷൻസ്, വണ്ടി ഭ്രാന്ത്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ആൾക്കാരെ വീഴ്ത്താനുള്ള പരിപാടികളായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് PR നടത്തുക.
അദ്ദേഹത്തിനോടൊപ്പം 1000 മാധ്യമ, അതായത് അവിടുത്തെ ഓൺലൈൻ ചാനലുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. 10,000-2000 ഡെയിലി കൊടുത്ത് കൊണ്ടു നടക്കുന്ന കുറെ ആളുകൾ. ഈ ഇതിന്റെ ഇടയ്ക്ക് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ കുറച്ച് കൂട്ടുകൂടി കുറച്ച് ഇന്റർവ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇന്ന് രാവിലെ മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായിട്ടുള്ള കൂട്ടെല്ലാം വിട്ടു, ഞാൻ കുറെ നാൾക്ക് ശേഷം മാധ്യമങ്ങളല്ലേ സൗഹൃദം ആവാന്ന് പറഞ്ഞ് നിങ്ങളോടുള്ള സൗഹൃദത്തിന് ഞാൻ ബൈറ്റുകൾ തന്നു പോയതാണ്, നിങ്ങൾ എന്നെ കൊലയ്ക്ക് കൊടുത്തത്. സ്വന്തം ഭാര്യ പിടിച്ചതാ. എന്നിട്ട് നമ്മുടെ കുറ്റാണോ? മാധ്യമങ്ങളുടെ കുറ്റാണോ അത്? ഭാര്യ ആളുടെ വീട്ടിൽ നിന്ന് വേറൊരു പെണ്ണുമായിട്ട് പിടിച്ചതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് കോൺഗ്രസ്സുകാരാണ് ഇതിനെല്ലാം പിന്നിലുന്നത്. ഭാര്യ അപ്പോഴേ പറഞ്ഞു കോൺഗ്രസ്സുകാരാണ് എനിക്ക് ഫോട്ടോ എടുത്തത്. ഞാൻ വന്ന് ഫോട്ടോ എടുത്തിട്ട് കോൺഗ്രസ്സുകാർ എന്ത് പഠിച്ച് കോമഡി ആളുടെ പറച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതിനു വേണ്ടിയിട്ട് പെൺകുട്ടികളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്ന് തോന്നുന്നു. അതേപോലെയാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെല്ലാം കോൺഗ്രസ്സുകാരാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ പെണ്ണിന്റെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് എന്താ ഏതാന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. ഇവർക്കൊക്കെ ബേസിക്കലി അറിയാം ഇവർ ചെയ്യുന്നത് ഇങ്ങനത്തെ പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് അതിനകത്ത് കിടന്ന് മെഴുകുന്ന പരിപാടിയാണ് സഹിക്കാൻ പറ്റാത്തത്. അതാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തെറ്റാണ്, എന്റെ ഭാഗത്തു നിന്ന് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചാൾക്കാരെങ്കിലും ജെനുവിനായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യും, ഇല്ലേ? തുടർച്ചയായിട്ട് കാണിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. തുടർച്ചയായിട്ട് കാണിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പറ്റിപ്പോയി, എനിക്കത് വല്ലാണ്ട് എനിക്കതിനകത്ത് കുറ്റബോധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നു. ഇത് അതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് 5000 പ്രണയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോഴേക്കും ആലോചിക്കുന്ന ആൾക്കാരുടെ എനിക്കത് ഭയങ്കര അഹങ്കാരമായിട്ട് ഫീൽ ചെയ്ത്. എന്തിനാ അതങ്ങനെയൊക്കെ പറയുന്നത്? അതിനകത്ത് ആ ഭാര്യ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഞാനിപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞതിലെ 1-2 സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന്, 122-ൽ 112-ൽ വിളിക്കുന്നവരെല്ലാം വട്ടുള്ളവരാണ്, എനിക്ക് വേണമെങ്കിലും വിളിക്കാം, അവർക്ക് വട്ടായതുകൊണ്ടാണ് 112-ൽ വിളിച്ചത്, അത് അവർക്ക് കൊണ്ടു. അതിനുശേഷം എനിക്ക് 5000 പ്രണയമുണ്ട്, നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ചെയ്തോളാൻ. ഈ 2 വെല്ലുവിളികളാണ് അവരെ കൂടുതൽ അവരുടെ താളം തെറ്റിച്ചു. അവരപ്പോഴേ മാധ്യമങ്ങൾ മുന്നിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഗണേഷ് കുമാർ എന്താണ്, ഇലക്ഷൻ വരികയാണ്, സെറ്റിൽമെന്റ് ചെയ്യണല്ലോ, പോയി ഭാര്യയുടെ കാല് പിടിച്ച് പറഞ്ഞു രക്ഷിക്കണം, മാതോർത്തൊന്നും പറയരുത്, ജീവൻ പോവും, അധികാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ശരിക്കുള്ള മുഖം ആ ഭാര്യ കാണാനിരിക്കുന്നുണ്ട്. ഇനിയായിരിക്കും ഭയങ്കരമായിട്ടുള്ള അവരെ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഡിവോഴ്സ് നടക്കും, ചിലപ്പോ മറ്റു വിവാഹം ഗണേഷ് കുമാർ കഴിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, എനിക്കറിയാവുന്ന ഗണേഷ് കുമാറിനെ അറിയാവുന്ന ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് മിക്ക കല്യാണം നടന്നാലും ഒക്കെ പണ്ടത്തെ ശങ്കരൻ തെങ്ങേ തന്നെ ആയിരിക്കും. കാരണം റിപ്പീറ്റേഷൻ ആണ് നടക്കുന്നത്. ഇപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു ആള്, അതുപോലെ തന്നെയാണ് ഇപ്പൊ റിപ്പീറ്റേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പുനർജനിച്ചാലും അത് ലൂപ്പിലാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ഡൈവോഴ്സ് കഴിയുന്നു, പിന്നീട് വിവാഹം കഴിക്കുന്നു, അതേപോലെ തന്നെ വീണ്ടും ഒരു ഇലക്ഷൻ സമയമായപ്പോഴത്തേക്കും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഡൈവേഴ്സിലേക്കൊന്നും പോയിട്ടില്ല, എന്താണെങ്കിലും അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ മൊറാലിറ്റി വരുന്നത് അദ്ദേഹം ഒരു മന്ത്രിയാണ്, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ വലുതാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വാദമൊന്നും മിണ്ടാത്തത് എന്ന് മാത്രമാണ് എന്റെ ചിന്ത. അതെ, മിണ്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ നാറ്റ കേസിനൊക്കെ മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല ആള് മിണ്ടു എന്നുള്ളത്. പിന്നെ ഇവർക്ക് ഇതൊക്കെ വലിയ പുത്തരിയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇവരിതിനും വലിയ ആൾക്കാര്, എന്താ പറയാ, ശബരിമലയിൽ വരെ തോണ്ടിയിട്ടും മാന്തിയിട്ടും ഇരിക്കുന്ന ആൾക്കാരാ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കേസൊക്കെ അവർക്ക് ചെറിയ ചെറിയ കേസുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് വലിയ ഇളക്കും കാര്യങ്ങളൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ചില മണ്ടന്മാര് ചിലപ്പോൾ അവിടെ ജയിപ്പിച്ചും വിടും. പക്ഷെ ആള് ചിലപ്പോൾ നല്ലതായിട്ട് നോക്കുമായിരിക്കും, നാടും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നോക്കുമായിരിക്കും. പക്ഷെ കുടുംബജീവിതത്തിൽ ഭയങ്കര ഫ്ലോപ്പാണ്. ഇനിയും ആൾക്കാർ പോയിട്ട് ഇനി കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ആൾക്കാർ പോയി എന്താ പറയാ, ഇങ്ങനത്തെ ഓരോ പെടലൊന്നും പെടരുത്. ഇതുപോലെ ഭാര്യ വന്ന് പിന്നെയും പിടിക്കും, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ വരും, പിൻവാതിൽ കൂടെ ഓടേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്.